സാറ് അമേരിക്കയുടെ നിയുക്ത പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായ നെതന്യാഹുവും തമ്മിൽ ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഈ ട്രംപ് അധികാരമേൽക്കുന്നതിന് മുൻപ് തന്നെ ഈ ഇസ്രയേലുമായുള്ള ഹമാസിന്റെ യുദ്ധം അവസാനിക്കുമോ? കാരണം അദ്ദേഹം മുൻപ് തന്നെ പറഞ്ഞിരുന്നു ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമം തൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് മുൻപ് പറഞ്ഞിരുന്നു. ഈ സംസാരത്തിലും സിറിയ, അതോടൊപ്പം തന്നെ ഇസ്രയേൽ, ഹമാസും പിന്നീട് ഇറാനെ കുറിച്ചും സംസാരിച്ചതായി നെതന്യാഹു വെളിപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ മരണം ഇപ്പോൾ ഇന്നലെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട്. 45,000 കടന്നിട്ടുണ്ട്. മരണം വർദ്ധിക്കുകയാണ്. ഇതിനൊരു സമാധാന കരാറിലേക്ക് എത്താനുള്ള ഒരു പ്രതീക്ഷ കാണുന്നുണ്ടോ? അതോടൊപ്പം തന്നെ ഈ ബന്ദികളുണ്ടല്ലോ, ബന്ദികളെല്ലാം മോചിപ്പിക്കാനുള്ള ശ്രമവും ട്രംപിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ? ട്രംപിന്റെ ഭാഗത്തു നിന്ന് ശ്രമം ഉണ്ടാവും, സമാധാനത്തിനുള്ള ശ്രമം ഉണ്ടാവും, ഒക്കെ ശരിയാണ്. ട്രംപ് വരുന്നതിന് മുമ്പേ ഈ യുദ്ധം അവസാനിക്കും എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ ട്രംപ് വരുന്നതിന് മുമ്പേ യുദ്ധം തീർത്ത് സമാധാനമാക്കാൻ കൊണ്ടുവരാൻ ട്രംപ് ശ്രമിക്കുന്നുണ്ട്. ട്രംപ് ശ്രമിക്കുമ്പോഴും അപ്പുറത്ത് ഈ യുദ്ധം തീരണമെങ്കിൽ യുദ്ധത്തിൽ പങ്കാളികളായ രണ്ട് കക്ഷികൾ വിചാരിക്കണം. രണ്ട് കക്ഷികൾ വിചാരിക്കണം എന്ന് വെച്ചാൽ ഒന്ന് ഇസ്രായേലാണ്. ഇസ്രായേലിന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. അത് ടോട്ടൽ സബ്ജുഗേഷനാണ്, ഒബ്ലിറ്ററേഷൻ ഓഫ് ഹമാസ് ആണ്. ആ ഒരു ദൗത്യം പൂർണ്ണമാവുന്നവരെ അവരതിന് അതിനു മുമ്പ് ഒരു യുദ്ധവിരാമ കരാറിലേക്ക് അവർ വരുമോ എന്ന കാര്യം സംശയാസ്പദമാണ്. രണ്ടാമത്തെ കാര്യം ഹമാസാണ്. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഹമാസ് ഇപ്പം വളരെ അങ്ങേയറ്റം പരിതാപകരമായ അവസ്ഥയിലാണ്. സ്റ്റിൽ അവരുടെ ലീഡർഷിപ്പ് മാനസികമായിട്ട് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെങ്കിൽ അത് നടക്കാൻ സാധ്യതയില്ല. ഈ രണ്ട് ഘടകങ്ങളും ഉണ്ട്. നീ ഞങ്ങളെ പൂർണ്ണമായി നശിപ്പിക്കും, അതല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഉള്ള വിജയം ഞങ്ങൾക്ക് തരും എന്ന രീതിയിലാണ്. അപ്പോൾ ഇതിൻ്റെ നെതന്യാഹുവിൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ അമേരിക്കൻ ഭരണകൂടം പറയുന്നതൊക്കെ ഒരു പരിധി വരെ നെതന്യാഹു കേൾക്കും, ഇസ്രായേൽ കേൾക്കും. പക്ഷെ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ മുന്നറിയിപ്പുകളെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത് അവർക്കുണ്ട്. ഇസ്രായേൽ അമേരിക്കയുടെ നേരാണ്, അമേരിക്ക ഇസ്രായേലിന്റെ നേരാണെന്ന് പോലും അറിഞ്ഞൂടാത്ത അവസ്ഥയാണ്. നമ്മൾ വിചാരിക്കുക അമേരിക്കയാണ്. കാരണം അമേരിക്കനെ നിയന്ത്രിക്കുന്ന മിലിറ്ററി ഇൻഡസ്ട്രി കോംപ്ലക്സ് ഉണ്ട്. അതിന് നല്ല പങ്ക് ജൂതന്മാരാണ്. ആ ജൂതന്മാരുടെ നല്ല പങ്ക് സിയോണിസ്റ്റുകളാണ്. ഈ സിയോണിസ്റ്റുകളെ അവരുടെ ബേസിക് കച്ചവടം വെച്ചാൽ ആയുധ കച്ചവടമാണ്. ഈ ആയുധ കച്ചവടം റീകൺസ്ട്രക്ഷൻ, ഇതാണ് അവരുടെ ബേസിക് ബിസിനസ്. ഈ ബിസിനസ് അവർക്ക് ഇന്ന് നടന്നു പോകാൻ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ പലസ്തീൻ പ്രശ്നമാണ്. പലസ്തീനിൽ നിരന്തരമായിട്ടുണ്ടാവുന്ന ഈ അധിനിവേശങ്ങൾക്കെതിരെയുള്ള ചെറുതും ഇതിങ്ങനെ ഒരു സൈക്കിളായിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ലോകത്ത് മുസ്ലിംസിൻ്റെ ഇടയിൽ മുസ്ലിംസ് പീഡിപ്പിക്കപ്പെടുന്നത് ഒരു ഫീൽ ഉണ്ടാവുകയും അങ്ങനെ മറ്റു പ്രദേശങ്ങളെ മുസ്ലിംസ് കൂടി ഇതിനെതിരെ പ്രതികരിക്കുകയും അങ്ങനെ മറ്റു സ്ഥലങ്ങളിൽ തീവ്രവാദ പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടുവരാനും അത് കാരണമാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കാരണമാകുന്നതിന്റെ ഫലമായിട്ടാണ് ഇവർക്ക് ഈ കച്ചവടം നടക്കുന്നത്. ലീഗലി ഇല്ലീഗലായിട്ടുള്ള ആംസ് ട്രേഡ് അവർക്ക് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്രയേലിന്റെ ഒരു ആവശ്യമല്ല ഹമാസിലെ യുദ്ധം അവസാനിപ്പിക്കുക. കാരണം അവർക്കിപ്പോൾ പുതിയ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുകയാണല്ലോ. ഇപ്പോൾ സിറിയയിലെ തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സിറിയയിൽ ആരംഭിച്ചിട്ടുണ്ട്, പക്ഷേ ലെബനനിൽ ഉണ്ടായിരുന്നത് അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പുതിയ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുന്നു. ഇറാനുമായി പ്രശ്നമാണ്. അപ്പോഴേക്കും ആദ്യം തുടങ്ങിയ ഹമാസിന്റെ ആ യുദ്ധം അവസാനിപ്പിച്ച് പുതിയ മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതല്ലേ ഇസ്രയേൽ ചിലപ്പോൾ അങ്ങനെ നോക്കിക്കാണുന്നത്. അല്ല, ഈ പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കാന്ന് വെച്ചാൽ പൂർണ്ണമായ യുദ്ധത്തിലേക്ക് ലെബനനിലോ ഇസ്രായേലിനോ ഒരു പോയതായി എനിക്ക് തോന്നിയിട്ടില്ല. ഒരു പാർഷ്യലായിട്ടുള്ള യുദ്ധമാണ്. അതൊരു ടൈം വെച്ചുള്ള പ്ലാനാണ്. ഇപ്പൊ ഹമാസിനെ തീർക്കുക എന്നുള്ളതാണ് അവരുടെ ബേസിക് സംഭവം. അത് ഏതാണ്ട് അവർ അൺഒഫീഷ്യലായിട്ട് അവരത് ആ ലക്ഷ്യം അവർ സാധിപ്പിച്ചു കഴിഞ്ഞു. ഇനി അത് ഒഫീഷ്യലായി സാധിപ്പിച്ചെടുക്കണം. പൂർണ്ണ ഒബ്ലിറ്ററേറ്റ് ചെയ്യണം, വൈപ്പ് ഔട്ട് ചെയ്യണം, വേറെ ഇറക്കണം. അതാണ് പരിപാടി. അപ്പം അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞൊരു വിശ്രമമൊക്കെ എടുത്തതിന് ശേഷമാണ് ഇസ്രായേൽ അടുത്ത യുദ്ധത്തിന് പോകുള്ളൂ. 5-10 വർഷം കഴിഞ്ഞിട്ട് അടുത്ത യുദ്ധം ഉണ്ടാവുള്ളൂ. അതും പക്ഷേ ഇപ്പൊ ഒരേ സമയം പല മേഖലയിൽ അല്ല, അതിപ്പോ അങ്ങനെ സാഹചര്യം വന്നതുകൊണ്ട് അവരങ്ങ് യുദ്ധം ചെയ്യുന്നേ ഉള്ളൂ. അവർ വിചാരിച്ചെങ്ങാണ്ട് ഈസി ആയിട്ട് ഗാസയൊക്കെ വീണ സമയത്ത് അത് ഉപയോഗിച്ചുകൊണ്ട് അവർ ചെയ്യുന്നതേ ഉള്ളൂ. അത് ടോട്ടൽ സബ്ജുഗേഷൻ ആണ് അവർ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി ടൈം എടുക്കും. അതിനവർ സെപ്പറേറ്റ് ആയിട്ടുള്ള വാദനം കൊണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തും. ഇതിന്റെ പ്രശ്നത്തിലേ ഉള്ളൂ. ഈ പറയുന്ന ഈ വെസ്റ്റ് ഏഷ്യൻ ക്രൈസിസ് ഉള്ളത് ലോകത്തെ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക്, എസ്പെഷ്യലി മുസ്ലിം തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വലിയ ഒരു കാരണമാണ്. അപ്പൊ ആ ഒരു കാരണം ഇല്ലാതായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആയുധ കച്ചവടത്തിനെ ബാധിക്കും. ഇത് ഇവർ സമ്മതിക്കുമെന്നുള്ളത്. നിങ്ങൾ ഈ കാണുന്ന രാജ്യം ദേശസ്നേഹത്തിന്റെ ഉപരി ഇതിന് പിന്നെ വേറൊരു ലോബി ഉണ്ട്, ആയുധ കച്ചവടത്തിന്റെ ലോബി. അവരെ സംബന്ധിച്ച് ലോകത്ത് എല്ലായിടത്തും സംഘർഷങ്ങൾ വേണം. അങ്ങനെയാണ് ഉക്രൈനിൽ സംഘർഷം ഉണ്ടാവുന്നത്. റഷ്യ ഉണ്ടാക്കിയ സംഘർഷമില്ല, റഷ്യനെ പോയി മാന്തി ഉണ്ടാക്കിയ സംഘർഷമാണ്. അഫ്ഗാനിസ്ഥാനിൽ സംഘർഷം ഉണ്ടാവുന്നു, സംഘർഷം നിലനിന്ന് പോകുന്നു. ഇതിന്റെ പുറത്തൊക്കെ ആയുധ കച്ചവടം നടക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഇല്ലാതായി പോയത് ശ്രീലങ്കയിലെ ഒരു പ്രശ്നമാണ്. അത് പിന്നെ അന്ന് മറ്റു വഴി ഉണ്ടായിരുന്നില്ല. വഴി ഉണ്ടായിരുന്നില്ല വെച്ചാൽ ചൈന സപ്പോർട്ട് കൊടുത്തു.
കാരണം ഈ പുലികൾ എന്തൊക്കെ തന്നെ ആയാലും ഒരു പ്രോ ഇന്ത്യൻ ആവാൻ സാധ്യതയുണ്ട്. പിന്നെ അജീവന്തിനെ കൊന്നിട്ടുണ്ടെങ്കിൽ പോലും. പിന്നെ അന്ന് അമേരിക്കയ്ക്ക് ഈ കൈകെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു, കാരണം 9/11 സംഭവിച്ചുകൊണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു എല്ലാവരും ഒരു സംശയമാണ്, ഇസ്രയേൽ പോലെ ഒരു ചെറിയ രാജ്യം എങ്ങനെയാണ് പല യുദ്ധമുഖങ്ങളിൽ ഒരേ സമയം ഇങ്ങനെ യുദ്ധം ചെയ്യാനുള്ള കഴിവ് ലഭിക്കുന്നത്? അവർക്ക് അതിനുള്ള ഒരു സംശയം വേണ്ട. നീ റാംബോ സിനിമ ഉണ്ടോ? റാംബോന്റെ കയ്യിൽ പലതരത്തിലുള്ള മോസ്റ്റ് സോഫിസ്റ്റിക്കേറ്റഡ് ആയുധങ്ങളുണ്ട്. ഇല്ലെങ്കിൽ റാംബോ വെൽ ട്രെയിൻഡ് ആണ്. ഒരു കത്തി ഉണ്ടെങ്കിൽ ഒരു ബറ്റാലിയനൊക്കെ റാംബോ കുത്തിക്കൊല്ലും. ജോൺ വിക്കിനെ കൊണ്ട് നടന്നതിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇവര് ഈ ചുറ്റുമുള്ള ശത്രുക്കൾ എന്ന് വെച്ചാൽ ഈ അറബ് രാജ്യങ്ങളാണ്. ദേ ആർ നോട്ട് വെൽ ട്രെയിൻഡ്, ദേ ആർ നോട്ട് യുണൈറ്റഡ്. മാത്രമല്ല അവർക്ക് ഈ ഇസ്രായേലിൻ്റെ കയ്യിലും ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങളുണ്ട്. അതൊന്നും അവർക്കില്ല. ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. ആൾക്കൂട്ടം വെച്ച് യുദ്ധം ചെയ്യിക്കാൻ പറ്റില്ല. ട്രെയിൻഡ് ആർമി വേണം, നിങ്ങളുടെ ഫ്രണ്ട് യുണൈറ്റഡ് ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും നല്ല ആയുധശേഷി വേണം, ആയുധങ്ങൾ അത്യന്താധുനിക ആയുധം. ഇത് മൂന്നിൻ്റെ അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ടാണ്. വേറെ കാര്യമൊന്നുമില്ല. അതിലൊരു അത്ഭുതവും ഇല്ല. ആൾക്കൂട്ടം കൊണ്ട് യുദ്ധം ചെയ്യിക്കെങ്കിൽ ഈ അറബികൾ ജയിക്കേണ്ടതാണ്. അറബികൾ അതായത് വിചാരിച്ചിരുന്നത് വാളും പരിചയും കുതിരപ്പുറത്തുള്ള യുദ്ധം ആൾക്കൂട്ടം കൊണ്ട് ജയിക്കാന്ന്. അതുകൊണ്ട് ഇപ്പോഴത്തെ യുദ്ധങ്ങൾ ജയിക്കാൻ പറ്റില്ല. അപ്പൊ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുന്നിൽ, നമ്മളെ കയ്യിൽ ആയുധമുണ്ടെങ്കിലും ഒരു മനുഷ്യ ഹ്യൂമൻ റിസോഴ്സ് വേണ്ടേ? അത് അവർക്ക് കുറവാണോ? അല്ല, റാംബോക്ക് എന്തിനാ ഹ്യൂമൻ റിസോഴ്സ്? അവന്റെ കയ്യിലുള്ള പിന്നെ മെഷീൻ ഗൺ ഉപയോഗിച്ചിട്ട് വേണമെങ്കിൽ 1000 ആളൊക്കെ ഒറ്റയടിക്കുമല്ലോ. അല്ലെങ്കിൽ ഈ പറയുന്ന റോക്കി ബായിന്റെ കയ്യിലുള്ള ഗ്രാൻഡ് മാൻ എന്ന തോക്കുണ്ട്. റോക്കി ബായിനൊക്കെ അറിയോ? നമ്മളെ പോയ കാണാം. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് 10,000 ആളുകളെ കൊല്ല. ആൾക്കൂട്ടമല്ല, ഒരാൾ മതി. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ഓട്ടോമാറ്റിക് മെഷീൻസ് ആണ്, റോബോട്ടിക്സ് ആണ്. റിസർച്ച് അത് ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ പിന്നെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വീണ്ടും ട്രംപിലേക്ക് വന്ന ഈ ട്രംപിന്റെ അധികാരത്തിലിരുന്ന സമയത്താണല്ലോ ഇസ്രയേലും അറബ് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധമുണ്ടായത്. അപ്പോൾ ഈ അമേരിക്കയ്ക്ക് ഇസ്രയേലിനെ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ കഴിയും. അതാണ് അപ്പോഴേക്കും വീണ്ടും അതിലേക്ക് തരാം. ഈ അമേരിക്കയുടെ സ്വാധീനം കൊണ്ട് പരമാവധി ആ ബന്ധങ്ങൾ ഉണ്ടായതുപോലെ തന്നെ ഒരു പാലസ്തീന്റെ യുദ്ധം അവസാനിപ്പിക്കാൻ അവർക്ക് കഴിയില്ലേ, പ്രത്യേകിച്ച് ട്രംപിന്? അല്ല, ട്രംപിന് അതിനുള്ള സാധ്യതയുണ്ട്. ട്രംപിന്റെ കാലത്താണ് ഈ പറയുന്ന എബ്രഹാമിക് അക്കോർഡ് ഉണ്ടായത്. എബ്രഹാമിക് അക്കോർഡ് അക്കോർഡിംഗ് ടു ട്രംപ്, അക്കോർഡിംഗ് ടു നമ്മുടെ എന്താണ് താമരശ്ശേരി ബിഷപ്പുണ്ടല്ലോ, പിതാവ് ഇവരൊക്കെ അഭിപ്രായത്തിൽ ഈ 3 മതങ്ങളും ക്രിസ്ത്യൻ, ഇസ്ലാം, മുസ്ലിം, ഈ 3 മതങ്ങളും ബേസിക്കലി ഒരു താവഴിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അത് ഈ ഇവാഞ്ചലിസ്റ്റുകൾ സമ്മതിക്കില്ല. പാമ്പ്ലാനി പിതാവ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അത് അങ്ങനെ നമുക്ക് വായിച്ചത് മനസ്സിലാവും, അങ്ങനെയാണ് വാസ്തവം. അതുകൊണ്ടാണ് ട്രംപിനെ ഇവരെയും കൂട്ടിയത്. അങ്ങനെയാണ് അബ്രഹാമിക് അക്കോർഡ് ഉണ്ടായത്. അതിൽ അമേരിക്കയുണ്ട്, ക്രിസ്ത്യൻ രാജ്യം, ഈ പറയുന്ന പോലെ ദുബായ് ഉണ്ട്. ദുബായ് അത്ര ഈ പറഞ്ഞ GCCയിലെ രാജ്യങ്ങളുണ്ട്. പിന്നെ ഇവരുണ്ട്, ആരുണ്ട്, ഇസ്രായേലുണ്ട്. ജൂത, ക്രിസ്ത്യൻ, മുസ്ലിം രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ആ അബ്രഹാമിക് അക്കോർഡ് വന്നു കഴിഞ്ഞാൽ അത് സിൻസിയർ ആണെങ്കിൽ അവിടെ സമാധാനം വരും. കാരണം ഇസ്രായേലിലെ ഈ അറബ് രാജ്യങ്ങൾ അംഗീകരിക്കാത്തതായിരുന്നു പ്രശ്നം. ഇപ്പോൾ അറബ് രാജ്യങ്ങൾ പലരും അംഗീകരിച്ചു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് ഈ അറബ് രാജ്യങ്ങളുടെ സഹായം കിട്ടുന്നുണ്ട്. ആ സഹായം ഇല്ലാതെ അവർ നിൽക്കും. പിന്നെ അവരാരെ സപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ ഈ നെതന്യാഹുവുമായി ബന്ധപ്പെട്ട്, കാരണം പലരും പറയുന്നുണ്ട് ഈ യുദ്ധത്തിന് മുമ്പ് ഒക്ടോബർ 7-ന് മുൻപ് നെതന്യാഹുവിനെതിരെ വലിയ വിമർശനങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ വലിയ സമരങ്ങൾ നടന്നിരുന്ന ഒരു അവസ്ഥയായിരുന്നു അന്ന് ഇസ്രയേലിലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ പിന്തുണ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഇപ്പൊ ആഗ്രഹിക്കുന്നില്ലല്ലോ യുദ്ധം അവസാനിക്കണം. അത് പറയാൻ പറ്റില്ല. പിന്തുണ ആഗ്രഹിച്ച് ചർച്ചിൽ ഇതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൽ തോറ്റമ്പി പിന്നെ ബ്രിട്ടനെ ജയിപ്പിച്ച ആളായിരുന്നു. ചർച്ചിൽ 8 നിലയിൽ പൊട്ടിപ്പോയി തൊട്ടടുത്താണ് ഇലക്ഷനിൽ. കാരണം ഇസ്രായേൽ എന്ന് വെച്ചാൽ ഈ മലയാളികളെ പോലെ എന്തെങ്കിലും ഹൈപ്പ് കണ്ടതിന് പിന്നെ അവിടെ ജനാധിപത്യം, അമേരിക്ക ഏറ്റവും മച്ചുറായിട്ടുള്ള സ്ഥലം ഇസ്രായേലാണ്. അവിടെ ഒരു ഹൈപ്പ് കണ്ട് 2 കിറ്റൊന്നും കിട്ടിയാൽ വോട്ട് ചെയ്യുന്ന ആളുകളല്ല. അവർക്ക് യുദ്ധം ജയിച്ചു, അത് ഓക്കെ. അതിനുശേഷം അവർ വിലയിരുത്തേണ്ട ഇയാളുടെ മറ്റു കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.